വെൽക്കം, തഹ്മനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ മ്യൂട്ടേഷൻസിനെ പറ്റിയാണ്. സോ അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യണം, വിവിധ തരങ്ങൾ ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ പറയണം, കോസസ് പറയണം, കോൺസിക്വൻസസ് പറയണം, ആൻഡ് ഓൾ ദിസ് വിത്ത് എക്സാമ്പിൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. സോ നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്താൽ മ്യൂട്ടേഷൻ ഈസ് എ പെർമനന്റ് ചേഞ്ച്, പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച്, സ്ഥിരമായിട്ടുള്ള വ്യതിയാനമാണ്, വ്യത്യാസമാണ്. അതെവിടെയാണ്? ഇൻ ദ സീക്വൻസ് ഓഫ് ഡി എൻ എയുടെ സീക്വൻസിലാണ്, ഡി എൻ എയുടെ ഫ്രാഗ്മെന്റിൽ ഓർ ഇൻ ദ ജീനിലുള്ള വ്യത്യാസമാണ്. സോ ഡി എൻ എ നമുക്കറിയാം ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ അല്ലെ, ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളാണ്. ഇതൊന്ന് പ്യൂരിൻസ് ഉണ്ട്, പിരമിഡിൻസ് ഉണ്ട്. സോ ന്യൂക്ലിയോടൈഡ് സീക്വൻസിലുള്ള പെർമനന്റ് ചേഞ്ച് ആണ്. ആൻഡ് ഇത് ജീൻ ലെവലിൽ ഉണ്ടാകാം. സോ ഇതൊരു ജീനാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതൊരു വലിയ ക്രോമസോമിന്റെ ഭാഗമാണെങ്കിൽ ഒരു വലിയ ഫ്രാഗ്മെന്റ് ലെവൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്നത് ക്രോമസോമൽ മ്യൂട്ടേഷൻ ആണ്. സോ ജനറ്റിക് മ്യൂട്ടേഷൻസ് ഓർ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് ആയും ഉണ്ടാകാം. എന്തായാലും ഡി എൻ എയിലാണ് വ്യത്യാസം ഉണ്ടാകും. സോ മ്യൂട്ടേഷൻ ഇസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ദ സീക്വൻസ് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെന്റ് ഓർ ജീൻ വിച്ച് ആർ ഹെറിറ്റബിൾ. സോ വിച്ച് ആർ ഹെറിറ്റബിൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ചേഞ്ച് അടുത്ത ജനറേഷൻ ഓഫ് സെല്ലുകളിലേക്ക് ഇത് പകരാം എന്നുള്ളതാണ്. സോ ഇതാണ് എന്റെ ഡെഫിനിഷൻ. സോ ഡി എൻ എയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ജീനിന്റെ കോപ്പി എടുക്കുന്ന ആർ എൻ എ അതിനകത്തും വ്യത്യാസം വരും. സോ ഇത് ഡി എൻ എ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഒരു ആർ എൻ എ ഉണ്ടാക്കിയാൽ ഈ വ്യത്യാസം ഇവിടെയും വരും. ആൻഡ് ഇതിൽ നിന്നുണ്ടാക്കുന്ന പ്രോട്ടീനിലും ഈ വ്യത്യാസം വരും. സോ ആർ എൻ എയിലും പ്രോട്ടീനിലുള്ള വ്യത്യാസം കുറച്ചാൾ ഇതിന്റെ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തീരും. പക്ഷെ ഡി എൻ എയിലുള്ള വ്യത്യാസം തുടരുന്നോളും. എത്ര നാളുണ്ടാകുന്നു എന്നനുസരിച്ച് ഈ വ്യത്യാസം എപ്പോൾ ഉണ്ടാക്കിയാലും ആർ എൻ എയിൽ വ്യത്യാസം വരും, എപ്പോൾ ഉണ്ടാക്കിയാലും പ്രോട്ടീനിൽ വ്യത്യാസം. സോ ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇനി നമുക്കറിയാം രണ്ട് തരം സെൽ ലൈനുകൾ ഉണ്ട്. ഒന്ന് സൊമാറ്റിക് സെൽസ് ആണ്, ഇത് സൊമാറ്റിക് സെൽസ് ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തത് ജേം സെൽസ് ആണ്. അപ്പൊ ഈ വ്യത്യാസം ഉണ്ടാകുന്നത് സൊമാറ്റിക് സെൽസിലാണെങ്കിൽ, സോ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഡി എൻ എയിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ സെല്ലിന്റെ പ്രവർത്തനക്കുറവായിരിക്കാം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ സെല്ലിൽ നിന്ന് ഈ സെല്ല് രണ്ടായി അടുത്ത പുതിയ സെല്ല് ഉണ്ടായെന്ന് വിചാരിക്കാം. സോ അപ്പോൾ അവിടെ തലമുറയിലേക്ക് പകർന്നു കഴിഞ്ഞാൽ കൺജനിറ്റൽ ഡിഫക്ട്സ്. സോ ഇറ്റ് ക്യാൻ കോസ് കൺജനിറ്റൽ ഡിഫക്ട്സ് ഉണ്ടാക്കാം, ക്യാൻസർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതെയാകും, സെല്ലിന്റെ പ്രവർത്തന കുറവുണ്ടാകും. ആൻഡ് പക്ഷേ ഈ വ്യത്യാസം ഈ ഫിറ്റ്സ് ഇൻ ദ ജേം സെൽ ലൈൻ, ജേം സെൽ ലൈൻ ഉദാഹരണം സ്പേം, ഓവം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന സൈഗോട്ടിലേക്ക് പോയി അവിടെ നിന്ന് ആ അടുത്ത തലമുറയിലേക്കും അടുത്ത ആളിലേക്കൊക്കെ അങ്ങനെ പോകും. സോ സൊമാറ്റിക് സെൽസ് ലൈനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ പ്രോജനിയിൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ജേം സെൽ ലൈൻ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഈ അടുത്ത പ്രോജനിയിലേക്ക് കൂടി പോകും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ കോസസ് ഓഫ് മ്യൂട്ടേഷൻ? സോ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി എൻ എയുടെ കോപ്പി എടുക്കണം അല്ലെ. സെല്ലിനകത്ത് ഇത് സെല്ലാണെങ്കിൽ ഇത് ന്യൂക്ലിയസ്, ഇതിനകത്ത് ഡി എൻ എ ഉണ്ട്, ഇതിന്റെ കോപ്പി നമ്മൾ എടുക്കണം അല്ലെ. പുതിയ സെല്ല് ഉണ്ടാക്കാനായിട്ട് കോപ്പി വേണം. സോ റെപ്ലിക്കേഷന് വേണ്ടി കോപ്പി എടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കോപ്പിയിൽ മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ കിട്ടിയ ഡി എൻ എ ഇപ്പം ഇതാണെന്ന് വിചാരിക്കുക. സോ അതിൽ കോപ്പിയിൽ മിസ്റ്റേക്സ് ഉണ്ടാകാം. സോ ഇത് ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? ഡി എൻ എ പോളിമറൈസ് ആണ് അല്ലെ. പ്രൂഫ് റീഡിംഗ് നടത്തണം, തിരുത്തണം. സോ ഡി എൻ എ പോളിമറൈസ് ഇത് ശരിയായി ചെയ്തില്ല. സോ ഈ പ്രൂഫ് റീഡിംഗ് ഈസ് ഡിഫക്റ്റീവ്. ഡി എൻ എ പോളിമറൈസ് ചെയ്തില്ല, തെറ്റ് കണ്ടത് 5' എക്സോ ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പുതുതായിട്ടുണ്ടായ കോപ്പിയിൽ ഡിഫക്റ്റ് നിലനിൽക്കും. സോ അതാണ് ഒരു റീസൺ. രണ്ടാമത്തത് ഡി എൻ എ റിപ്പയർ മെക്കാനിസത്തിൽ എറർ വന്നു കഴിഞ്ഞാൽ അപ്പോഴും മ്യൂട്ടേഷൻ ഉണ്ടാകും. മൂന്നാമത്തത് ഇനി ഡി എൻ എ ഡിവൈഡ് ചെയ്തു, അത് ക്രൊമാറ്റിനിലേക്ക് മാറ്റുമ്പോൾ രണ്ട് പേഴ്സ് ഓഫ് ക്രൊമാറ്റിൻ ഒരുമിക്കുമ്പോൾ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് തെറ്റായ സ്ഥലത്ത് ചേർന്നിരിക്കുകയാണെങ്കിൽ സോ ജീൻ ട്രാൻസ്ലൊക്കേഷൻ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്, എറർ സംഭവിക്കുക. ഇനി ഇതൊന്നുമില്ലാതെ സ്പോണ്ടേനിയസ് ചേഞ്ച് ഉണ്ടാകാം. സ്പോണ്ടേനിയസ് ചേഞ്ചസ് ഇൻ ഡി എൻ എയിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് ഉള്ളതായിരിക്കാം. ഉദാഹരണത്തിന് ഇവിടെയുള്ള ഒരു ഭാഗം ഇപ്പോൾ സിസ്റ്റീൻ ആണെങ്കിൽ അതിന് ഡീഅമിനേഷൻ വരാം, അല്ലെങ്കിൽ ഡീപ്യൂരിനൈസേഷൻ, ഒരു പ്യൂരിൻ ഡീപ്യൂരിൻ അല്ലാതായി മാറാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ദെൻ അഞ്ചാമത്തത് ഡ്യൂ ടു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡി എൻ എ ബേസ് പെയറിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സംഭവങ്ങൾ ചുറ്റുപാടും ഉണ്ടായാൽ, ഉദാഹരണത്തിന് റേഡിയേഷൻ, ആൽഫ, ബീറ്റ, ഗാമ, അല്ലെങ്കിൽ എക്സ് റേസ്, UV റേസ്, IR റേസ്. സോ ഇങ്ങനെയൊക്കെയുള്ള റേസിന് പറ്റും. ദെൻ സം ഡ്രഗ്സ്, നമ്മുടെ കെമിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നത് ആന്റി ക്യാൻസർ ഡ്രഗ്സ്, നൈട്രോസോയൂറിയാസ് ഓർ നൈട്രജൻ മസ്റ്റാർഡ്സ്, അഫ്ലാടോക്സിൻ. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കെല്ലാം സംഭവിക്കാം. ദെൻ ഓൾസോ ചില വൈറസസുകൾ മൂലവും ഡി എൻ എയിൽ ഇങ്ങനെയുള്ള ഡിഫക്റ്റ് വരാം. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ പറയാം. നമുക്ക് ആദ്യം രണ്ടാക്കാം. ഒന്ന് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. പോയിന്റ്
മ്യൂട്ടേഷൻ. ഇതൊരു നൈട്രോജനസ് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ നൈട്രോജൻ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടക്കുക. രണ്ടാമത്തത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഇവിടെ രണ്ട് തരമുണ്ട്. വൺ ഇറ്റ് ക്യാൻ ബി ഇൻസേർഷൻ ടൈപ്പ്, രണ്ടാമത്തെ ഇറ്റ് ക്യാൻ ബി ഡിലീഷൻ ടൈപ്പ്. സോ നമുക്ക് പോയിന്റ് മ്യൂട്ടേഷനിലേക്ക് വന്നാൽ ഇവിടെ DNA ഒരേ ഒരു സിംഗിൾ നൈട്രോജനസ് ബേസ്, ഇത് DNA ആണ്, 5' or 3' ഇങ്ങനെ അങ്ങ് പോട്ടെ. സോ നൈട്രോജനസ് ബേസിൽ ഇവിടെ ഒരേ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് ബേസിൽ വേറൊരെണ്ണം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സപ്പോസ് C ആണെന്ന് വിചാരിക്കുക, G വെച്ചു എന്ന് ജസ്റ്റ് അങ്ങ് കരുതാം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഓർ ചേഞ്ച് ഇൻ എ സിംഗിൾ നൈട്രോജനസ് ബേസ് ആണ്. ആൻഡ് ഇത് തന്നെ രണ്ട് തരത്തിലുണ്ടാക്കാം. വൺ ഇറ്റ് ക്യാൻ ബി ട്രാൻസിഷൻ ടൈപ്പ് ആണ്. ട്രാൻസിഷൻ ടൈപ്പ് ഇവിടെ നമ്മൾ ഈ വെച്ചത് ചേഞ്ച് ആയിട്ട് വന്നത് സെയിം ടൈപ്പ് ആണ്. അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇവിടെ മാറ്റിയത് ഒരു പ്യൂരിൻ ആണ് എന്ന് വിചാരിക്കാം, വെച്ചതും പ്യൂരിൻ ആണ്. ഓക്കെ, സോ പ്യൂരിൻ ബേസ് തന്നെയാണെങ്കിൽ റീപ്ലേസ്മെന്റ് ഇനി പിരമിഡിൻ ആയിരുന്നു, അതിന് പകരം പിരമിഡിൻ തന്നെയാണ് എങ്കിൽ സംഭവം അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ടൈപ്പ് എന്ന് പറയാം. ഉദാഹരണം അഡിനിൻ ആയിരുന്നു, അതിന് പകരം നമ്മൾ ഗ്വാനിൻ വെച്ചു. തൈമിന് പകരം നമ്മൾ സൈറ്റോസിൻ വെച്ചു. സോ ഇതാണ് ട്രാൻസിഷൻ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്വേർഷൻ ടൈപ്പ് ആണ്. ട്രാൻസ്വേർഷൻ ആണ്. ട്രാൻസ്വേർഷൻ ടൈപ്പിൽ ഇവിടെ പ്യൂരിന് പകരം പിരമിഡിനാണ് വെച്ചിരിക്കുന്നത്. സോ ടിക്ക് പകരം എ വെക്കാം അല്ലെങ്കിൽ ജി വെക്കാം, സിക്ക് പകരം എ വെക്കാം അല്ലെങ്കിൽ ജി വെക്കാം. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് പ്യൂരിൻ ഈസ് പിരമിഡിൻ ഓർ പിരമിഡിന് പകരം പ്യൂരിൻ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്വേർഷൻ ടൈപ്പായി. ഇങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് നോക്കി കഴിഞ്ഞാൽ ഇത് മൂന്ന് രീതിയിൽ കാര്യങ്ങൾ നടക്കാം. ഒന്ന്, വൺ മ്യൂട്ടേഷൻ ക്യാൻ ബി സൈലന്റ് മ്യൂട്ടേഷൻ ആയിരിക്കും സംഭവിക്കുക. സൈലന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നോ ഡിറ്റക്റ്റബിൾ എഫക്ട്സ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല, നോ ഡിറ്റക്റ്റബിൾ എഫക്ട്. ഇതിന് കാരണം എന്താണ്? ജനറ്റിക് കോഡിൽ നമ്മൾ പറഞ്ഞ ഡീജനറസി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. വോബിൾ ഹൈപ്പോത്തിസിസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കും. സോ കാരണം രണ്ട് അമിനോ ആസിഡ് ഒഴിച്ച്, ഉദാഹരണത്തിന് മെത്തിയോണിൻ അല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ ഒഴിച്ച് മറ്റെല്ലാത്തിനും രണ്ടിലധികം കോഡോൺസ് ഉണ്ട്. 4ലധികം കോഡോൺസ് ഉള്ളത് നമുക്കറിയാം. ആർജിനിന് 4 ഉണ്ട്, ലൂസിനുണ്ട്, സെറിനുണ്ട്, 4 ഉള്ളതാണ് അലാനിൻ, ദെൻ ത്രിയോണിൻ. സോ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ അവസാനത്തെ നൈട്രോജിനസ് ബേസ് ഒന്ന് മാറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അലാനിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് GC ആണ്. GC ഇങ്ങനെ 4 കോഡ് എഴുതിയാൽ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് UCAGയിൽ ഏത് വന്നാലും ഇവിടെ എന്ത് മാറിയാലും ഇതായിരുന്നു കോഡെങ്കിൽ അതിന് പകരം ഇവിടെ വന്നാലും എടുക്കുന്നത് അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് തന്നെയാണ് എടുക്കുന്നത്. സോ ന്യൂക്ലിയോടൈഡ് മാറിയാലും മ്യൂട്ടേഷൻ വന്നാലും കോഡ് ഈസ് വൺ ആൻഡ് സെയിം ഫോർ സെയിം അമിനോ ആസിഡ് ആണ്. സോ പ്രോട്ടീൻ സെയിം ആയിരിക്കും. മറ്റൊരു ഉദാഹരണം CGA എന്നുള്ള സ്ഥലത്ത് CGG ആയി പോയി, കുഴപ്പമില്ല, അവിടെയും ആർജിനിൻ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുക. സോ അതിനാണ് നമ്മൾ സൈലന്റ് മ്യൂട്ടേഷൻ, നോ ഡിറ്റക്റ്റബിൾ എഫക്ട്. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് നോൺസെൻസ് മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുക. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ അമിനോ ആസിഡ് കോഡോൺ ബിക്കം സ്റ്റോപ്പ് കോഡോൺ ആയി പോയി എന്നുള്ളതാണ്. സോ പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടക്കും. ഉണ്ടാകുന്ന പ്രോട്ടീൻ നോൺ ഫങ്ഷണൽ ആയിരിക്കും. ഉദാഹരണം ഇൻ ബീറ്റാ താലസീമിയ അതിൽ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിൽ അവിടെ ഇങ്ങനെ ചെയിൻ ആണെങ്കിൽ കോഡ് നമ്പർ 17 എന്ന് പറയുന്നത് 17 UGG ആണെന്ന് വിചാരിക്കുക. ഇത് മാറി UGA ആയിട്ട് മാറി എന്ന് കരുതുക. UGG ആയിരുന്നാൽ ട്രിപ്റ്റോഫാൻ ആയിരുന്നു. ഓക്കെ, ഇപ്പോ ആ അവസാനം G മാറി A ആയപ്പോഴത്തേക്കും ദിസ് വിൽ ബിക്കം സ്റ്റോപ്പ് കോഡോൺ ആയി പോയി. സ്റ്റോപ്പ് കോഡോൺ ആയി കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും പ്രോട്ടീൻ സിന്തസിസ് അവിടെ വെച്ചിട്ട് അങ്ങ് നിലച്ചു പോകും. പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാനാവും തീരുമാനിക്കുക. സോ ഇതാണ് നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ലീഡ്സ് ടു പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഉദാഹരണം പറഞ്ഞത് ബീറ്റ താലസീമിയ, അതിലുള്ള ഹീമോഗ്ലോബിൻ ബീറ്റ ചെയിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പോയിന്റ് മ്യൂട്ടേഷനിലെ മൂന്നാമത്തെ കോൺസിക്വൻസ്, തേർഡ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് മിസ്സെൻസ് ആണ്. മിസ്സെൻസ് മ്യൂട്ടേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇവിടെ ന്യൂക്ലിയോടൈഡ് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീനിൽ മറ്റൊരു അമിനോ ആസിഡ് ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. സോ ഇത് ഒരു അമിനോ ആസിഡിന്റെ കോഡായിരുന്നു, മ്യൂട്ടേഷൻ വന്നു, പക്ഷെ ഉണ്ടാകുന്നത് പുതിയ അമിനോ ആസിഡ്, ന്യൂ അമിനോ ആസിഡ് ആണ്. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ 3 തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, ദിസ് മേ ബി അക്സെപ്റ്റബിൾ ആകാം, ദിസ് ക്യാൻ ബി അക്സെപ്റ്റബിൾ, കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമിനോ ആസിഡ് മാറിയാലും പ്രശ്നമില്ല എങ്കിൽ, പ്രോട്ടീൻ ശരിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഉദാഹരണത്തിന് ഹീമോഗ്ലോബിൻ അഡൽറ്റ് HbA
അതിനകത്ത് ബീറ്റ ചെയിൻ, അതിൻ്റെ ഹീമോഗ്ലോബിൻ അഡൽട്ടിലെ ബീറ്റ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 61th പൊസിഷനിൽ നമുക്ക് വേണ്ടത് ലൈസിനാണ്. അവിടെ പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ലൈസിൻ അസ്പാർജിനിൻ ആയി മാറിപ്പോയി. ഉദാഹരണത്തിന് കോഡ് AAA ആയിരുന്നു, അത് AAA എന്നുള്ളത് AAU ആകാം, അല്ലെങ്കിൽ AAC ആകാം, അല്ലെങ്കിൽ AAG എന്നുള്ളത് AAU ആകാം, അല്ലെങ്കിൽ AAC ആകാം. എങ്ങനെ മാറിയാലും നമുക്ക് കിട്ടുക ഇവിടെ അസ്പാർജിനിൻ ആയി പോയി എന്ന് വിചാരിക്കുക. കുഴപ്പമില്ല, 61th പൊസിഷനിൽ ലൈസിൻ ഇരുന്നാലും വർക്ക് ചെയ്യും, അസ്പാർജിൻ ഇരുന്നാലും വർക്ക് ചെയ്യും. ഇതാണ് ഹീമോഗ്ലോബിൻ ഹിക്കാരി ബീറ്റ ചെയിൻ എന്നാണ് ഇതിനെ വിളിക്കുക. ഇപ്പൊ മിസ്സെൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കേസിൽ ക്യാൻ ബി പാർഷ്യലി അക്സെപ്റ്റബിൾ, വലിയ കുഴപ്പമില്ല നമുക്ക് സഹിക്കാം എന്നുള്ളതാണ് പാർഷ്യലി അക്സെപ്റ്റബിൾ എന്ന് പറയാം. അപ്പൊ ഉദാഹരണത്തിന് ഹീമോഗ്ലോബിൻ എയിൽ തന്നെയാണ്, അതിലെ ബീറ്റ ചെയിൻ തന്നെയാണ്. ഇവിടെ ബീറ്റ ചെയിൻ ബിക്കം ഹീമോഗ്ലോബിൻ എസ് ബീറ്റ ചെയിൻ ആയിട്ടും എ എന്നുള്ളത് ഹീമോഗ്ലോബിൻ എസ് ബീറ്റ ചെയിൻ ആയിട്ട് മാറും. അപ്പൊ അവിടെ സംഭവിക്കുക, ഇതിനകത്ത് 6th പൊസിഷനിൽ 6th പൊസിഷനിൽ GAA ആണെന്ന് വിചാരിക്കുക, GAG ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഗ്ലൂട്ടമേറ്റ് ആണ്, അതെൻ്റെ അമിനോ ആസിഡ് കോഡാണ്. പക്ഷെ അത് മാറി, ഇപ്പോൾ ഉദാഹരണത്തിന് GUA ആയി മാറി, അല്ലെങ്കിൽ GUG ആയി മാറിപ്പോയി. സോ ഇത് രണ്ടും കോഡ് ചെയ്യുന്നത് വാലിനാണ്. സോ അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഗ്ലൂട്ടമേറ്റിന് പകരം വാലിൻ ആയിപ്പോയി. അമിനോ ആസിഡ് സെക്കൻഡ് ബേസിലെ ഒരു ന്യൂക്ലിയോടൈഡ് മാറിയപ്പോൾ അമിനോ ആസിഡ് മാറിപ്പോയി. പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ല, ഹീമോഗ്ലോബിൻ A ആയിരുന്നാലും S ആയിരുന്നാലും സംഭവം കുറേയൊക്കെ വർക്ക് ചെയ്യും. സോ ദിസ് ഈസ് പാർഷ്യലി അക്സെപ്റ്റബിൾ മിസ്സെൻസ് മ്യൂട്ടേഷൻ ആണ്. ഇനി മിസ്സെൻസിലെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ആണ്. സോ തേർഡ് വൺ ഈസ് അൺഅക്സെപ്റ്റബിൾ മ്യൂട്ടേഷൻ ആണ് ഉണ്ടാവുക. ഉദാഹരണം ഹീമോഗ്ലോബിൻ എയിലെ തന്നെ ഹീമോഗ്ലോബിൻ അഡൽട്ടിലെ ആൽഫ ചെയിൻ ആണ് ഇവിടെ പറയാം. ആൽഫ ചെയിനകത്ത് 58th പൊസിഷൻ 58th പൊസിഷനിൽ ഹിസ്റ്റിഡിൻ ആണ് നമുക്കുള്ള അമിനോ ആസിഡ് അവിടെ ഇരിക്കുന്നത്. അതിന്റെ കോഡ് CAU ഉണ്ട്, CAC. സോ ഇത് രണ്ടും കോഡ് ചെയ്യുന്ന ഹിസ്റ്റിഡിൻ ആണ്. ആൻഡ് ഇത് മാറി, ഇവിടെ ആദ്യത്തെ C അങ്ങ് മാറി, പകരം U വന്നു എന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്ക് UAU ആകാം, അല്ലെങ്കിൽ UAC ആകാം. സോ ഇത് വരുമ്പോഴത്തേക്കും വെക്കുന്ന അമിനോ ആസിഡ് ബിക്കം ടൈറോസിന്റെ കോഡായി പോയി. അപ്പോൾ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ M ആയിപ്പോയി, A അല്ല. ഇപ്പോൾ അത് ഹീമോഗ്ലോബിൻ M ആണ്. ബോസ്റ്റൺ ആൽഫ ചെയിൻ എന്നാണ് ഇതിനെ വിളിക്കുക. ബോസ്റ്റൺ ആൽഫ ചെയിൻ ആയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ്, ഇത് നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്. മ്യൂട്ടേഷൻ വന്ന ആൾക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്, രോഗങ്ങളും ശരീരത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. സോ പോയിന്റ് മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞത് ട്രാൻസിഷൻ ആകാം, ട്രാൻസ്വേർഷൻ ആകാം, ആൻഡ് ഇത് മൂലം സൈലന്റ്, നോൺസെൻസ് ഓർ മിസ്സെൻസ് മ്യൂട്ടേഷൻ ഉണ്ടാക്കാം. ചിലത് അക്സെപ്റ്റബിൾ ആണ്, ചിലത് പാർഷ്യലി അക്സെപ്റ്റബിൾ ആണ്, ചിലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒട്ടും അക്സെപ്റ്റബിൾ അല്ല, അൺഅക്സെപ്റ്റബിൾ ആണ്. രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഇതുണ്ടാവാൻ രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന് DNA സീക്വൻസ്. ഇത് DNA സീക്വൻസിലാണെങ്കിൽ ഇതിങ്ങനെ ന്യൂക്ലിയോടൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒരു ന്യൂക്ലിയോടൈഡ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്, ഒന്നോ അതിലധികമോ കൊണ്ടുവന്ന് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് ഇൻസേർഷൻ ടൈപ്പ്. ഇൻസേർഷൻ ടൈപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇത് രണ്ടും അങ്ങ് മാറിപ്പോവാന്ന്, അതിനെ നമ്മൾ ഡിലീഷൻ ടൈപ്പ് എന്ന് വിളിക്കും. ഡിലീറ്റഡ് ആയി രണ്ടായാലും ന്യൂക്ലിയോടൈഡ് സീക്വൻസിങ് ഫോർ ഇതിൽ നിന്ന് ഒരു mRNA ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള സീക്വൻസും വ്യത്യാസപ്പെട്ടു വരുമ്പോൾ റൈബോസോം ഇവിടെ വന്ന് പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ നേരത്ത് വായന തെറ്റിപ്പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രോട്ടീൻ വേറെ ആയിരിക്കും. സോ ഇൻസെർഷൻ ടൈപ്പ് ആയാലും ഡിലീഷൻ ടൈപ്പ് ആയാലും ഉണ്ടാകുന്ന അമിനോ ആസിഡ് ഇവിടെ മാറിപ്പോയിട്ടുണ്ടാകും. സോ ഉണ്ടാകുന്ന പ്രോട്ടീൻ ഈസ് ഗാർബിൾഡ് ആണ്. ഗാർബിൾഡ് എന്ന് വെച്ചാൽ നശിച്ച പ്രോട്ടീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി പ്രിമച്വർലി ടെർമിനേറ്റഡ്. അല്ല, ഇവിടെ കോഡ് മാറിയത് സ്റ്റോപ്പ് കോഡോൺ ആണ് വിചാരിക്കാം, ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിന്ന് പോകാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5' ഇത് 3' ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ സ്റ്റാർട്ടിംഗ് കോഡോൺ UAG, പിന്നെ ഇങ്ങനെ കുറച്ച് കോഡോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ AUG ഫോർ മെത്തിയോൺ ആണ്. ദെൻ പിന്നെ ഞാൻ എഴുതുന്ന GCC എഴുതാം, GCC ഫോർ അലാനിൻ ആണ്. പിന്നെ ഞാൻ എഴുതുന്ന UCU ആണ്, UC ഫോർ സെറിൻ ആണെന്ന് വിചാരിക്കുക. ദെൻ UGC സിസ്റ്റീൻ ആണെന്ന് വിചാരിക്കുക. ദെൻ AAA വന്നു എന്ന് വിചാരിക്കുക, ദാറ്റ്സ് ഫോർ ലൈസിൻ. ആൻഡ് GGC എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് ഫോർ ഗ്ലൈസിൻ ആണ്. ദെൻ UAU വന്നു, അത് ടൈറോസിൻ ആണ്. ദെൻ പിന്നെ AUG വന്നു, സെറിൻ, AGC ഫോർ സെറിൻ, UAG വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിക്കുക ജസ്റ്റ്. ആൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു അലാനിന് ശേഷം ഈ അലാനിന്
ശേഷം ഇവിടെ ഒരു സി കൊണ്ടുവന്ന് പിടിപ്പിക്കുക. സി ഉണ്ട് എന്ന് വിചാരിക്കുക. സോ സി ഉണ്ടാകുമ്പോഴത്തേക്കും ആദ്യം എന്തായിരിക്കും സംഭവിക്കുക? ഈ കോഡ് ഇപ്പോൾ CU ആയിരുന്നു, അത് മാറി സി വന്നപ്പോഴത്തേക്കും CUC ആയി. CUC എന്താ ഉണ്ടാക്കുന്നത്? CUC ലൂസിനാണ് ഉണ്ടാകുക. അപ്പോൾ അടുത്തതോ ഇത് മാറിയതാ ഇങ്ങനെ ഒരു കോഡ് വന്നു, UUG വന്നു, UUG ഫോർ ലൂസിൻ. അതെങ്ങനെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ അടുത്തത് CAA ആണ്. CAA ഉണ്ടാകുന്നത് ഗ്ലൈസിൻ ആണെന്ന് വിചാരിക്കുക. ദെൻ പിന്നെ AGC ആണ്. AGC ഉണ്ടാകുന്നത് ആർജിൻ ആണ്. പിന്നെ ഇങ്ങനെ മാറി എന്ന് വിചാരിക്കുക. സോ ലൂസിൻ. സോ വാട്ട് ഹാപ്പൻ? ഇവിടെ അമിനോ ആസിഡ് ഈ ഓർഡറിലാണോ? അല്ല, പുതിയ പുതിയ അമിനോ ആസിഡ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അവസാനം സ്റ്റോപ്പ് കോഡോൺ ആകുമ്പോൾ നിൽക്കുകയും ചെയ്യുന്നതായിരിക്കാം. സോ അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഗാർബിൾഡ് അമിനോ ആസിഡ് സീക്വൻസസുകളാണ് ഉള്ളത്. അപ്പോൾ ടെർമിനേഷൻ ഉണ്ടാകും. അവിടെ എത്തുമ്പോൾ ടെർമിനേഷൻ നടന്നു കഴിഞ്ഞാൽ സംഭവം ഉണ്ടായ പ്രോട്ടീൻ കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. സോ ഉദാഹരണം ഹണ്ടിങ്ടൺസ് ഡിസീസിൽ ഇങ്ങനെ സംഭവിക്കും. ഫ്രജൈൽ എക്സ് സിൻഡ്രോമിൽ ഇങ്ങനെ സംഭവിക്കാം. ദെൻ വേറെ എക്സാമ്പിൾ ടേസാക്സ് ഡിസീസിൽ ഇൻസേർഷൻ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. സോ ടേസാക്സ് എന്ന് വെച്ചാൽ ബ്രെയിനുള്ള സ്പൈനൽ കോഡിലേക്കുള്ള നെർവ് സെൽസ് അത് നശിക്കുന്ന ഒരു രോഗമാണ്. ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു എൻസൈമിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ആ സെല്ലുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നശിച്ചു പോവുക. അപ്പോൾ ഇനി നമുക്കൊരു ഡിലീഷൻ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിലീഷൻ ടൈപ്പിൽ ഈ ന്യൂക്ലിയോടൈഡിൽ നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസേ ഇല്ല എന്നങ്ങ് വിചാരിക്കാതെ, ഒരെണ്ണമല്ല 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് അങ്ങ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക തൽക്കാലം. സോ അപ്പോൾ ഉണ്ടാകുന്ന കോഡ് ഈ ഇവിടെ വെച്ചിട്ട് ഒരു അമിനോ ആസിഡ് ഉണ്ടാകും, ഇവിടെ വെച്ചിട്ട് അടുത്തുണ്ടാകും. ഈ അമിനോ ആസിഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീൻ സെയിം ആയിരിക്കോ? ഇല്ല. ഇപ്പോൾ സ്റ്റോപ്പ് കോഡൺ വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നിലക്കുകയും ചെയ്യും. കിട്ടുന്ന പ്രോട്ടീനകത്ത് സംഭവം ഉണ്ടാവണമെന്നില്ല. അമിനോ ആസിഡ് സീക്വൻസ് മാറിപ്പോയി. ഇപ്പോൾ ഉദാഹരണം സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ ഇങ്ങനെയുള്ള പ്രോട്ടീനിൽ 508ാമത്തെ പ്രോട്ടീൻ 508 അവിടെ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് ഡിലീഷൻ ആണ് നടക്കുക. ഒരു ഡിലീഷൻ നടന്നു. അപ്പോൾ UGC എന്ന് പറയുന്നത് അത് കോഡ് ചെയ്യുന്നത് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. ആൻഡ് ഈ കോഡോൺ ഇല്ല. ഈ കോഡോൺ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോട്ടീനകത്ത് 508ാമത്തെ പൊസിഷനിൽ ഫിനൈൽ അലാനിൻ ഇല്ല. പ്രോട്ടീൻ ശരിയാണോ? പ്രോട്ടീൻ ശരിയല്ല. സോ അതുകൊണ്ട് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ ഡിലീഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ്, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ് സംഭവിക്കുക. ഇനി വേറെ ടൈപ്പ് മ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേഷൻ മ്യൂട്ടേഷൻ ആണ്. സോ ഇപ്പോൾ ഒരു ക്രോമസോം, ഇതൊരു ക്രോമസോം ആണെന്ന് വിചാരിക്കുക. ഇതൊരു ക്രോമസോം ആണ് ജസ്റ്റ് വിചാരിക്കുക. ഒരു ജീനിൽ 1 2 അതിൽ കൂടുതലോ ആവർത്തിക്കുക, ഒരു പ്രത്യേക ഭാഗം കൂടുതലായിട്ട് ആവർത്തിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണം നമ്മൾ പറയുന്നത് പാലിസ്റ്റർ കില്ലിയൻ സിൻഡ്രോം എന്ന് പറയുന്നതിൽ ക്രോമസോം നമ്പർ 12, ഇത് ക്രോമസോം നമ്പർ 12 ആണെന്ന് വിചാരിക്കുക. ഇത് അതിന്റെ 12Q ആണെന്ന് വിചാരിക്കുക. ഇത് അതിന്റെ 12P ഭാഗമാണെന്ന് വിചാരിക്കുക. സാധാരണ രീതിയിൽ ഒറ്റ ഒരു ഭാഗം ഇത്രയും കണ്ടാൽ മതി. പക്ഷെ അവിടെ ഈ അസുഖമുള്ള ആൾക്കാർക്ക് 12P 2 ഉണ്ട്. അപ്പോൾ മൊത്തം ക്രോമസോംസ് 2 വരുമ്പോഴത്തേക്കും വേറൊരു ക്രോമസോം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൊത്തം 4 ഇവിടെയുണ്ട്. സോ 4 വരും. സോ ഇതാണ് പാലിസ്റ്റർ കില്ലിയൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി വേറൊരെണ്ണം ഇൻവേർഷൻ മ്യൂട്ടേഷൻ. അപ്പോൾ ഇതൊരു സംഭവമാണെന്ന് വിചാരിക്കുക. ഇതിൽ 8 ജീൻ 1 2 3 4 5 6 7 8 ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഓർഡറിൽ എങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ 5 to 7 പകരം ഇവിടെ ആദ്യം 7 വന്നു, പിന്നെ 6 വന്നു, പിന്നെ 5 വന്നു കഴിഞ്ഞാൽ ദീസ് ടൈപ്പിനാണ് നമ്മൾ ഇൻവേർഷൻ മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും. സോ ഇൻവേർഷൻ മ്യൂട്ടേഷൻ. സോ അപ്പോൾ റെഗുലേറ്റേഴ്സ്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിന്റെ റെഗുലേറ്റേഴ്സ് വരുമ്പോഴത്തേക്കും ഇത് എത്ര ഉണ്ടാക്കണം, എന്തോരം ഉണ്ടാക്കണം, എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് പെരിസെൻട്രിക് എന്ന് പറയുന്നുണ്ട്, പാരാസെൻട്രിക് ടൈപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം അത്രയൊന്നും വേണ്ട. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻവേർഷൻ മ്യൂട്ടേഷൻ. ഇനി വേറെ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ് ട്രാൻസ്ലൊക്കേഷൻ മ്യൂട്ടേഷൻ. സോ ഇതൊരു സ്ട്രക്ചറൽ മ്യൂട്ടേഷൻ ആണ്, ക്രോമസോം ലെവലിൽ തന്നെയാണ്. സോ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്. ക്രോമസോമിന്റെ ഒരു ഭാഗം, സോ ഇതൊരു ക്രോമസോം എന്ന് വിചാരിക്കുക, ഇതെന്റെ പേരാന്ന് വിചാരിക്കുക. സോ ക്രോമസോമിന്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയി, ഇത് വേറൊരു ക്രോമസോം, ഇത് വേറൊരു ക്രോമസോം എന്ന് വിചാരിക്കുക. ഈ ക്രോമസോമിന്റെ ഈ ഒരു ഭാഗം മുറിഞ്ഞു പോയി, ക്രോമസോമിന്റെ ഈ ഭാഗം മുറിഞ്ഞു പോയി, ഇത് ഇങ്ങോട്ടേക്കും പോയി, ഇത് ഇങ്ങോട്ടേക്കും വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സോ ഇറ്റ് ബിക്കം ട്രാൻസ്ലൊക്കേറ്റഡ് ആയി അല്ലേ. 2 ക്രോമസോമിൽ പോയി, ഇത് 12ാമത്തെയും ഇത് 18ാമത്തെയാണെന്ന് വിചാരിക്കുക. 18 എന്നുള്ളത് 12ലേക്കും 12 എന്നുള്ളത് 18ലേക്കും പോയി എന്ന് വിചാരിച്ചു. സോ ഇതാണ് ട്രാൻസ്ലൊക്കേഷൻ. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ആണ്. ഇനി അത് റെസിപ്രോക്കൽ എന്ന് എഴുതിയേക്കാം, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ. പിന്നെ ഉള്ളത് റോബർട്ട്സോണിയൻ ആണ്. റോബർട്ട്സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിലീഷൻ ആണെങ്കിൽ ഇവിടെ എരട്ടിക്കലാണ് സംഭവിക്കും. സോ ഒരെണ്ണത്തിൽ ഡ്യൂപ്ലിക്കേഷൻ, ഒന്നത്തിൽ എരട്ടിക്കൽ. സോ ഫേമസ് എക്സാമ്പിൾ ഈസ് ഡൗൺ സിൻഡ്രോം. പിന്നെ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ക്യാൻസർ പറഞ്ഞപ്പോൾ പറഞ്ഞു, BCR ABL അവിടെയൊക്കെ ഒരുപാട്
ഒരുപാട് ട്രാൻസ്ലൊക്കേഷൻ മ്യൂട്ടേഷൻ വന്നിട്ട് ക്യാൻസർ ഒക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ പാത്തോളജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു മ്യൂട്ടേഷൻ, ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് tRNAയിലാണ് എന്ന് നമ്മൾ വിചാരിക്കുക. tRNA ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് tRNA എന്ന് വിചാരിക്കുക. tRNAയുടെ ഈ ആന്റികോഡോൺ ഇവിടെയാണ് ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതെന്ന് വിചാരിക്കും. സോ ഈ മ്യൂട്ടേഷൻ നമ്മൾ സപ്രസർ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും, സപ്രസർ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ആൻഡ് ഈ tRNA നമ്മൾ സപ്രസർ tRNA എന്ന് വിളിക്കും. സോ ഇത് വേണമെങ്കിൽ പോയിന്റ് ആകാം, അല്ലെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് ആകാം. അപ്പോൾ മിസ്സെൻസോ നോൺസെൻസോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാം. സോ ഇതാണ് ഒരു വേറെ തരം മ്യൂട്ടേഷൻ, സപ്രസർ മ്യൂട്ടേഷൻ. ഇനി നമുക്കൊരു മ്യൂട്ടേഷൻ കൂടി പറഞ്ഞു നിർത്താം, ബോറടിച്ചോ. മറ്റൊരു മ്യൂട്ടേഷൻ നമ്മൾ പറയുന്നത് റീഡ് ത്രൂ മ്യൂട്ടേഷൻ ആണ്. റീഡ് ത്രൂ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ സ്റ്റോപ്പ് കോഡോണിലാണ്. സ്റ്റോപ്പ് കോഡോൺ അങ്ങ് തെറ്റി മാറി, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല, പിന്നെയും പ്രോട്ടീൻ ഉണ്ടായി അങ്ങ് പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ പോളിപെപ്റ്റൈഡ് വിൽ ബിക്കം ലോങ്ങർ, വലുതാവുന്നു, പുതിയ അമിനോ ആസിഡ് വെച്ച് പിടിപ്പിച്ച് അങ്ങ് പോകുന്നു, അടുത്ത സ്റ്റോപ്പ് കോഡോൺ എത്തുമ്പോൾ നിൽക്കും. സോ ഇവിടെ പോയിന്റ് മ്യൂട്ടേഷൻ ആകാം, അല്ലെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് എന്ത് വഴി വേണമെങ്കിലും സംഭവിക്കാം. സോ എക്സാമ്പിൾ ഈസ് ഇൻ ആൽഫ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ആൽഫ ചെയിനകത്ത് എവിടെയാണ് ആൽഫ താലസീമിയ എന്ന് പറയുന്ന കണ്ടീഷനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കേസിൽ സാധാരണ 142ാമത്തെ പൊസിഷൻ, ഇതാണ് 142ാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കോഡ് UAA ആണ്. UAA നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺ ആണ്. സോ 142ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡിന്റെ മൊത്തം നീളം 141 അമിനോ ആസിഡ് വന്ന് നിൽക്കണം. സോ UAAക്ക് പകരം ഇതിപ്പോൾ CAA ആയി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഗ്ലൂട്ടമേറ്റ് ഉണ്ടാകും, ഗ്ലൂട്ടമിൻ. ദെൻ അതിന് പകരം AAA ആയി പോയി എന്ന് വിചാരിക്കുക, പകരം ലൈസിൻ ആയിരിക്കും ഉണ്ടാവുക. പകരം GAA ആയി പോയി എന്ന് വിചാരിക്കുക, ഗ്ലൂട്ടമേറ്റ് ഉണ്ടാവും. സോ ഇവിടെ മൂന്നിലും ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് ഇതങ്ങ് മാറി, ഇതാണ് മാറിയിട്ട് പലതും വന്നു. സോ അപ്പോൾ CAA ഉണ്ടാവുന്നതിനെ നമ്മൾ കോൺസ്റ്റന്റ് സ്പ്രിംഗ് എന്നാണ് വിളിക്കുക. ഇത് വിളിക്കുന്നതിനെ നമ്മൾ ഐക്കാരിയ ടൈപ്പ് എന്ന് പറയും. ആൻഡ് ഇങ്ങനെ ഉണ്ടാവുന്നതിന് നമ്മൾ സീൽ റോക്ക് എന്നും നമ്മൾ വിളിക്കും. ഇനി ഇതും മാറി ഇതും രണ്ടും മാറിയിട്ട് UCA ആയിപ്പോയി എങ്കിൽ ഇപ്പൊ ഉണ്ടാവുന്നത് സെറിനാണ്. ഓക്കെ, അങ്ങനെയും സംഭവിക്കും. സോ അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇത് 141 നിൽക്കേണ്ടതായിരുന്നു, 142 ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കി, പിന്നെ പോയി നിൽക്കുന്നത് 172. സോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാത്തിന്റെയും നീളം ഓഫ് പ്രോട്ടീൻ ഈസ് 172 അമിനോ ആസിഡ് ആണ്. സെറിനായിട്ട് ഉണ്ടാകുന്നതിന്റെ ഞാൻ പേര് പറഞ്ഞില്ല, അതിന്റെ പേര് കോയാബോറ എന്നാണ്. സോ എല്ലാം ആൽഫ താലസീമിയ തന്നെയാണ്. ആൽഫ താലസീമിയയിൽ ഇങ്ങനെ പലതും നടക്കാം. ഇനി നിർത്താനായിട്ട് പറയുമ്പോൾ എല്ലാ മ്യൂട്ടേഷനും ദോഷകരമാണ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നെങ്കിലും, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് തന്നെ അറിയാം മ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ടാണ് പല ജീവികളും പല ഗുണങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ 2 ഗുണങ്ങൾ പറയാം. ഇപ്പോൾ മലേറിയ ഉള്ള സബ് സഹാറൻ ആഫ്രിക്കൻസിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മലേറിയ പിടിക്കുന്നില്ല. അവിടെ ഒരു മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് മലേറിയ പിടിക്കുന്നില്ല, അവർ രക്ഷപ്പെടുകയാണ്. ദെൻ ചിലരിൽ ഇപ്പോൾ ഇത് CD4 സെല്ലാണെന്ന് വിചാരിക്കുക, ആൻഡ് ഇവിടെ ഒരു CCR5 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനിലാണ് HIV വന്ന് പിടിക്കുക. മ്യൂട്ടേഷൻ ഇവിടെ വന്ന് പിടിക്കുമ്പോൾ HIVക്ക് ഇവിടെ പിടിക്കാൻ പറ്റുന്നില്ല. സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നോർത്ത് യൂറോപ്യൻസ്, ചില ആൾക്കാരിൽ HIV റിസപ്റ്റർ ഇല്ല, അതുകൊണ്ട് അവർക്ക് HIV ഇല്ല, എയ്ഡ്സ് പിടിക്കുന്നില്ല. അങ്ങനെ ഗുണങ്ങളുണ്ട്. ഓക്കെ, സോ മ്യൂട്ടേഷൻ മൂലം ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. സോ ദിസ് ഓൾ അബൌട്ട് മ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.